നമസ്കാരം. മരിച്ച നാളിൽ ബലിയിടണോ അതോ കർക്കിടക മാസത്തിൽ മാത്രം മതിയോ എന്നുള്ളതാണ് ഒരു സംശയം. കഴിയുമെങ്കിൽ പിതൃക്കൾ മരിച്ച അതേ ദിവസം തന്നെ എല്ലാ വർഷവും മറക്കാതെ നമുക്ക് ബലിയിടാൻ സാധിച്ചാൽ വളരെ നല്ലത്. ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സാധിച്ചില്ല, ഒരു മാസമോ ഒരു പ്രാവശ്യമോ ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം അങ്ങനെ ഏതെങ്കിലും ഒരു വർഷം സാധിച്ച്, ഇപ്പോൾ ഈ കഴിഞ്ഞ കൊറോണയൊക്കെ വന്ന സമയത്ത് 2 വർഷവും ബലിയിടാതിരുന്നവരുണ്ട്, ഇതിനു മുൻപ് ചെയ്തിരുന്ന ഈ 2 വർഷം ചെയ്യാതിരുന്നവരുണ്ട്, ഈ വർഷം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. 2 വർഷം ആ സമയത്ത് വാഹനങ്ങളില്ല, പോയിട്ട് ബലിയിടാൻ സാധിച്ചില്ല എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ സാധിച്ചില്ല എങ്കിൽ തന്നെയും പിന്നീടുള്ള സമയങ്ങളിൽ ചെയ്യാം. കർക്കിടക വാവ് മാത്രം ചെയ്താൽ മതി എന്നുള്ളതല്ല അവിടെ പറയുന്നത്. എല്ലാ വർഷവും നമ്മുടെ പിതൃക്കൾ മരിച്ച ആ ദിവസം നമ്മൾ ഓർമ്മിക്കുക, അന്നേ ദിവസം നമ്മൾ ബലിയിടുക. ഇനി അതുകൂടാതെ നമുക്ക് ഏതെങ്കിലും ഒരു ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന കറുത്ത വാവുകളിൽ എല്ലാ അമാവാസിയിലും നമുക്ക് പിതൃക്കൾക്ക് വേണമെങ്കിൽ ബലി അർപ്പിക്കാം. ശിവരാത്രിക്കിടാം, തുലാമാസത്തിൽ ബലിയിടാം, കർക്കിടക വാവിന് ബലിയിടാം. അങ്ങനെയൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു വർഷത്തിൽ ഇപ്പോൾ ഈ വർഷം നമ്മൾ അച്ഛൻ മരിച്ച ദിവസം അല്ലെങ്കിൽ അമ്മ മരിച്ച ദിവസം ആ ദിവസം മറന്നുപോയി, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്കത് ഇടാൻ സാധിക്കാതെ വന്നു, അറിയാതെ മറന്നുപോയി എന്ന് വിചാരിക്കാം, ജീവിത തിരക്കിനിടയിൽ സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഉടനെ നമ്മൾ അടുത്ത മാസത്തെ കറുത്ത വാവ് നോക്കിയിട്ട് നമ്മൾ ആ ബലി അർപ്പിക്കാൻ നോക്കാം. നമുക്ക് പറയുന്ന പാപനാശിനിയിലോ പറയുന്ന പർട്ടിക്കുലർ പ്ലേസിലോ പോയിട്ടും ചെയ്യാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ച് മനസ്സിന് വിഷമിക്കേണ്ട. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഈ ബലിയർപ്പിക്കാനും പിണ്ണം ഒക്കെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും പിതൃക്കളെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു, പിതൃക്കൾക്ക് നമ്മൾ മക്കൾ ശ്രാദ്ധ ഊട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ശ്രാദ്ധം ശ്രദ്ധയോടെ ചെയ്യണമെന്നും അത് തലേ ദിവസം ഒരിക്കലെടുത്ത് പിറ്റേ ദിവസം അതിൻ്റെ യഥാവിധി ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. അല്ലാതെ ആ ശ്രാദ്ധം നമ്മൾ കർക്കിടത്തിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്നത് ചെയ്യാൻ മടിയുള്ള ആൾക്കാർ പറയുന്നതാണ്. സാധിക്കുന്നവർ പിതൃക്കളെ അതുപോലെ തന്നെ ആ കർമ്മങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക, പിതൃക്കളെ ഓർമ്മിക്കുക. പിതൃക്കൾക്ക് നമുക്ക് ചെയ്യാവുന്നത്, അടുത്ത തലമുറയ്ക്ക് ചെയ്യാവുന്നത് ഇത്രയേ ഉള്ളൂ. സന്തതികളെ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത്, സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത്, ബലിയിടുന്ന സമയത്ത്, ആ സവിണ്ടി അടിയന്തരം നടത്തുന്ന സമയത്ത്, 16 ബലി ഇടുന്ന സമയത്ത്, അത് ഏത് മതസ്ഥരാണെങ്കിലും പിണ്ഡം വെക്കുന്ന സമയത്ത്, ഹിന്ദുക്കൾക്ക് ഹൈന്ദവാചാര പ്രകാരമാണല്ലോ പിണ്ഡം വെക്കുന്നത്, ആ സമയത്ത് ചെയ്യുന്ന സമയത്ത്, ആ വലിയ പിണ്ഡം വയ്ക്കുന്ന സമയത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂത്ത മകനോ അല്ലെങ്കിൽ ആ തലമുറയിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും സബിണ്ടി അടിയന്തരം കർമ്മം ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുന്ന സമയത്ത് പറയുന്ന ഈ വലിയ പിണ്ഡം വയ്ക്കുന്ന സമയത്ത് പറയുന്നത്, ഞാൻ എൻ്റെ മക്കളിൽ കൂടി എൻ്റെ തലമുറയെ നിലനിർത്തിക്കോളാം എന്നാണ്. എന്നോടുകൂടി എൻ്റെ തലമുറ തീരും എന്നല്ല, എൻ്റെ മക്കളിൽ കൂടി എൻ്റെ തലമുറയെ നിലനിർത്തി ഞാൻ പിതൃക്കൾക്ക് വേണ്ട ശ്രാദ്ധകർമ്മങ്ങളെല്ലാം ഞാൻ ഇതിലൂടെ നിർവഹിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിണ്ണം വെക്കുന്നത്. അപ്പോൾ ആ പിണ്ണം വെക്കുന്ന സമയത്ത് മകൻ്റെ മകളോ നാളെ വളർന്ന് വലുതായി പൗത്രാദികൾ വരുന്ന സമയത്ത് അച്ഛനും അച്ഛനും ഒക്കെ ആയിട്ട് അവർ കർമ്മം ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ കുലാചാരമായിട്ട് ഒരു ഇതായിട്ട് തലമുറയിലൂടെ പകർന്നു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കർക്കിടകത്തിൽ മാത്രമല്ല, മരിച്ച നാളിൽ ഏതാണെന്ന് ഓർത്ത് വെച്ച് വല്ല ഡയറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കുകളിലോ മറക്കാതെ ഓർത്ത് എഴുതി വെക്കുക. അതിനുശേഷം ആ ദിവസങ്ങളിൽ നമ്മൾ ശ്രാദ്ധ ഊട്ടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും കാരണവശാൽ ശ്രാദ്ധം അന്ന് ഊട്ടാൻ പറ്റിയില്ലെങ്കിൽ കറുത്ത വാവുകളിൽ ശ്രാദ്ധ ഊട്ടുക. അതും സാധിച്ചില്ലെങ്കിൽ, കറുത്ത വാവുകളിലും ശ്രാദ്ധ ഊട്ടാൻ സാധിച്ചില്ലെങ്കിൽ എല്ലാ കർക്കിടക മാസത്തിലും തുലാമാസത്തിലും ശിവരാത്രി നക്ഷത്രത്തിലും ചെയ്യാൻ നോക്കുക. എന്തായാലും പിതൃക്കളെ നമ്മൾ ഓർത്തിരിക്കണം. സന്തതി സൗഭാഗ്യങ്ങളും സന്തതി പരമ്പരകൾക്ക് ആരോഗ്യായുസ് ഉണ്ടാവാനും സമ്പത്ത് വർദ്ധിക്കാനും നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യം പ്രദാനം ചെയ്യാനും നമ്മൾ പിതൃക്കളെ ഓർക്കണം. പിതൃക്കളെ ഓർത്താൽ മാത്രമേ നമുക്കിത് ഉണ്ടാവുള്ളൂ. പിതൃദോഷം എന്ന് പറയുന്ന ദോഷം നമുക്ക് ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഈ രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യണം.